ഹായ്, എംപവറിലേക്ക് സ്വാഗതം. ഞാൻ സിബിൻ. LDC പരീക്ഷയ്ക്കായുള്ള പഠനം നിങ്ങളിൽ പലരും ആരംഭിച്ചിട്ടുണ്ടാവും. പരീക്ഷാ തീയതി അന്തിമമായിട്ട് കേരള PSC പ്രഖ്യാപിക്കും മുന്നേ തന്നെ സിലബസും മറ്റു കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ കൈവശം റെഡി ആയിട്ടുണ്ട്. ഇതിനോടകം പല കോഴ്സുകളിൽ ചേർന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യത്തോടു കൂടി റാങ്ക് ഫെയിൽ വാങ്ങി വെച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവും. ഈ ഒരു വേളയിൽ പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് മുന്നേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല ഉദ്യോഗാർത്ഥികളുടെയും കാര്യത്തിലും എനിക്ക് തന്നെ സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ചില വിഷയമാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ആദ്യമായിട്ട് കേരള PSCയുടെ ഈ ഒരു പ്രതീക്ഷയ്ക്കും താഴ്ന്ന രീതിയിൽ ഏകദേശം 14 ലക്ഷത്തോളം പേരാണ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് പരീക്ഷ നോക്കിക്കാണുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്കിലും എല്ലാവരും ഒന്ന് പയറ്റാതെ ഈ ഒരു പരീക്ഷയ്ക്ക് കടന്നു വരില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം കേരള PSCയുടെ നൂതന അല്ലെങ്കിൽ പുത്തൻ പരിഷ്കാരങ്ങൾക്ക് അനുസൃതമായിട്ട് UPSC മാതൃകയിലാണ് ചോദ്യ രീതികൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ കീഴടങ്ങിയവരാണ് അപ്ലൈ ചെയ്യാതെ പോയവരിൽ ഒരു വിഭാഗം. മറ്റൊന്ന്, കേരള PSCക്ക് മേലെ കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ക്യാമ്പയിൻ, അതായത് നിയമനങ്ങൾ വളരെ കുറവാണ് എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ടുള്ള ചില ക്യാമ്പയിനുകൾ പല ഗ്രൂപ്പുകളിലും ഉദ്യോഗാർത്ഥി സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് മനോരമ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ കഴിഞ്ഞ വർഷം നൽകിയിരിക്കുന്നതിൽ 1-ാം സ്ഥാനം കേരള PSC ആണ്. രാജ്യത്ത് 20-ലധികം PSC സ്റ്റേറ്റ് PSCകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒന്ന് ആലോചിക്കണം, നമ്മുടെ കേരളം വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ്. എന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് കേരള PSCയിൽ നിന്നാണ്. ഇതാ മറ്റാരുമല്ല പറയുന്നത്, UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഇത് ശരിവെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നിയമനങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുന്ന പല കാര്യങ്ങളും വ്യാജമായിരിക്കാം, അല്ലെ? അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, നന്നായിട്ട് പഠിക്കുന്നവർക്ക് ജോലി കിട്ടും. ഇനി പഠിക്കാൻ ഈ പറയുന്ന രീതിയിൽ വലിയ കേമന്മാരല്ല എന്നുള്ള ഒരു തോന്നലുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചു വരാനുള്ള സമയമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സമയം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആ ഒരു പഠനം വളരെ ഉഗ്രമാക്കി ഉഷാറാക്കി വിടാനുള്ള സമയവും കേരള PSC ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഏതൊരു പരീക്ഷയ്ക്കും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു കുറഞ്ഞ സമയം എന്ന് പറയുന്നത് 3 മുതൽ 4 മാസം വരെയാണ്. അല്ലാതെ വച്ചടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം കേരള PSC LDC ലെവൽ പരീക്ഷയ്ക്ക് ഇല്ല എന്നുള്ളതാണ് നിലവിൽ സത്യം. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ്. ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഓൺലൈൻ സ്ഥാപനങ്ങളിൽ തന്നെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് വലിയ അത്ര മതി, ഇത് നല്ല ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഇത് മതി, ഇത്രയേ ഉള്ളൂ PSC എന്നൊക്കെ ആദ്യമേ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടണം. അതായത് കേരള PSCയുടെ അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്നത് ഒരു UPSC മോഡൽ ആയതുകൊണ്ട് തന്നെ ആ ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ നിങ്ങളെ താഴെ ലെവലിൽ തന്നെ വെച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും ഇപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലായിടത്തും എന്നല്ല, പലയിടങ്ങളിലും. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ കേരള PSC ചോദ്യ രീതി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന ചിന്ത വച്ചുകൊണ്ട് പഠിച്ചു കൊണ്ടുപോകുന്നവരാണ്. അപ്പൊ ഇവര് അഡ്വാൻസ് ലെവലിലേക്ക് വേഗം കടക്കത്തില്ല. അഡ്വാൻസ് ലെവലിലേക്ക് കടക്കുന്ന ഘട്ടമാവട്ടെ ഉദ്യോഗാർത്ഥികൾ ആകെ ഭ്രാന്തെടുക്കും. കാരണം ഇത്രയൊക്കെ പഠിക്കണോ, ഇതൊക്കെ വേണമോ എന്നുള്ള ചിന്ത നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഖാദി ബോർഡ് 5-ാമത്തെ സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് പോലും വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നോട്ടുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ വളരെ കുറഞ്ഞ നാൾ ബേസിക് ലെവലിൽ നിന്നിട്ട് വളരെ വേഗം തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ സഞ്ചരിച്ചില്ല എങ്കിൽ അതും നിങ്ങൾ മനസ്സിലാക്കണം, SCERT പാഠപുസ്തകത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. SCERT 6 മുതൽ 12 വരെയുള്ള പാഠപുസ്തകത്തിലെ ഓരോ വാക്കും മനഃപ്പാഠമായിരിക്കണം.
കോൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ ചോദ്യം കണ്ടാൽ എളുപ്പത്തിൽ ഉത്തരവും കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു സത്യം. അപ്പോൾ ഇത്തരത്തിൽ SCERT പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുകൊണ്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കൃത്യമായ PDF നോട്ടുകൾ നമ്മുടെ എംഫേവർ കേരള PSC, നിങ്ങൾ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. 1,00,000-ലധികം പേരുള്ള എംഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ SCERT പാഠപുസ്തകം 6 മുതൽ 12 ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനം എന്ന് പറയട്ടെ സയൻസ് ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോ SCERT ബേസ് ചെയ്താണ് വരുന്നത്. അത്തരത്തിൽ ഒരു ഷോർട്ട് സിമ്പിൾ നോട്ടുകൾ നിങ്ങളുടെ പഠനത്തിന് സഹായകരമാവുന്ന രീതിയിൽ തന്നെ സൗജന്യമായി നമ്മുടെ എംഫേവർ കേരള PSC ടെലിഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ വച്ച് പഠിച്ചാൽ മാത്രം പോരാ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരള PSC പുതിയ പരിഷ്കാരങ്ങൾക്ക് അനുസൃതമായി നടത്തിയ 100ഓളം ചോദ്യപേപ്പറുകൾ നിങ്ങൾ കണ്ടുപഠിക്കണം. 100ഓളം ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും എന്ത് ഇതുവരെ പഠിച്ച രീതിയല്ല ഇനി അങ്ങോട്ട് വേണ്ടത് എന്നുള്ളത്. നമ്മുടെ തെറ്റിൽ നിന്നും പോരായ്മകളിൽ നിന്നും നമ്മൾ ഉയർന്നു വരണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ എടുത്തു പറയുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പഠനം വളരെ വേഗം തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കണം. കറണ്ട് അഫയേഴ്സിന് പോലും ചെറിയ ചോദ്യങ്ങൾ ചോദിപ്പ് എന്നുള്ളത് കേരള PSC പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല എങ്കിലും കറണ്ട് അഫയേഴ്സിൽ പോലും വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. കറണ്ട് അഫയർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അതായത് ഡൈനാമിക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഈ 100ഓളം ചോദ്യപേപ്പർ ഉൾപ്പെടെ ആയതിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടയാളപ്പെടുത്തി തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ബേസിക് ലെവലിൽ നിന്ന് പഠിക്കുന്നവരാണ് ഇപ്പോൾ കേരള PSCയിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളും. അവർ ബേസിക്കിൽ നിന്നും അഡ്വാൻസിലേക്ക് ഉയർന്നു വരുന്ന സമയം വളരെ വൈകി പോകും. നിങ്ങൾ ഇപ്പോ ഈ ഒരു ഘട്ടം മുതൽ നിങ്ങൾ അങ്ങോട്ട് അഡ്വാൻസ് ലെവലിലേക്ക് സഞ്ചരിക്കണം. ബേസ് മതി, ഇനി അഡ്വാൻസ് ലെവലിലേക്ക് പോകണം. അവിടെയാണ് നിങ്ങളെ കളി കാത്തിരിക്കുന്നത്. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുമെന്നുള്ളതും നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ ആട്ടം അറിഞ്ഞ് കളിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ച് കിട്ടുന്ന ക്ലാസ്സുകളോ അല്ലെങ്കിൽ ചെറിയ നോട്ടുകളോ വെച്ച് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തി PSC ട്രെൻഡിനെ മനസ്സിലാക്കി പഠിച്ചു പോവാന്നുള്ളതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.